റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതി നിയോഗിച്ച SITക്കെതിരെ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. SITയെ കയറൂരി വിടില്ലെന്ന മന്ത്രി റിപ്പോർട്ടറിനോട്. SITയുടെ അന്വേഷണത്തിൽ സർക്കാരിന് തൃപ്തിയില്ല. അന്വേഷണ സംഘത്തെ പിരിച്ചുവിടുന്നതിൽ പരിമിതിയുണ്ട്. മുൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടായെന്നാണ് SIT അംഗങ്ങൾ പറയുന്നതെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിക്ക് ഇപ്പം നിലവിൽ ജാമ്യത്തിലാണുള്ളത്. മുൻ സർക്കാർ ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോൾ ഈ നിലവിലത്തെ സർക്കാരിന് എന്താണ് കാര്യത്തിലൊരു തീരുമാനം? അല്ലെങ്കിൽ ഞങ്ങൾ ആ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങളൊന്നും കൂടെ ആലോചിക്കണം. കാരണം അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചത് ഹൈക്കോടതിയാണ്. ഇവർ റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഹൈക്കോടതിക്കാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ ഇപ്പോഴത്തെ നിലവിലത്തെ സർക്കാരിന് പൂർണ്ണ തൃപ്തി ഉണ്ടോ? അതോ ഞങ്ങൾ അതിൻ്റെ കഴിഞ്ഞ തവണ തന്നെ ഞങ്ങൾ ഇതിനെ എതിർത്തിട്ടുണ്ട്. അതിന് SIT അംഗങ്ങൾ പറയുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ സമ്മർദ്ദം കാരണമാണ് അവരങ്ങനെ പ്രവർത്തിച്ചതെന്നാണ്. ഏതായാലും നമുക്ക് നോക്കാം. എന്തായാലും ഒരു കാര്യം ഞങ്ങൾ തറപ്പിച്ച് പറയുന്നു, ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല. കട്ട കള്ളന്മാരാരാണെങ്കിലും അവർ നിയമത്തിന് മുമ്പിൽ വരും. പുതിയ അന്വേഷണ സംഘത്തെ മറ്റോ രൂപീകരിക്കാൻ പ്ലാൻ ഉണ്ടോ നിലവിൽ? അതിന് സാങ്കേതിക വശം കൂടെ നോക്കണം. ഹൈക്കോടതി നിയോഗിച്ച കമ്മിറ്റിയാണ്. അതുകൊണ്ട് തന്നെ പിരിച്ചുവിടുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പഴയ SIT തന്നെ വിജിലൻസ് കോടതിയോട് പറഞ്ഞിരിക്കുന്നത് തന്ത്രിക്ക് അതിൽ പ്രധാന പങ്കുണ്ടോന്നൊക്കെയാണ്. കോടതി ആദ്യ സമയത്ത് തന്നെ അത് തള്ളിയിരുന്നു. പക്ഷേ SIT തന്നെ ആവശ്യപ്പെടുകയാണ് ഇത്തരത്തിൽ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. SITയുടെ അംഗങ്ങളുമായി ഇപ്പം സംസാരിക്കാൻ, ഈ പരസ്യമായിട്ടൊരു ഡിസ്കഷൻ നടത്താൻ ഹൈക്കോടതിയുടെ നിയന്ത്രണം ഞങ്ങളുടെ മേലുണ്ട് എന്ന് വിചാരിച്ച് അവരങ്ങനെ കയറി വിടാനും തീരുമാനിച്ചിട്ടില്ല. ആ കാര്യം ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് കെ മുരളീധരൻ പറഞ്ഞത്. നമുക്കിപ്പം TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, ദേവസ്വം മന്ത്രി പറഞ്ഞതിൽ രണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കോടതി നിയോഗിച്ച SIT ആണ്. ആ SITയുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന് സംസ്ഥാന സർക്കാരിന് പറയാം. കാര്യം അത് ഒരു നിരീക്ഷണം എന്ന നിലയിൽ പറയാം. പക്ഷേ കയറൂരി വിടില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും SITയുടെ മേൽ പുതിയ സർക്കാർ നിയന്ത്രണം കൊണ്ടുവരുന്നു എന്നാണോ ഉദ്ദേശിക്കേണ്ടത്? രണ്ടാമത്തത്, പഴയ സർക്കാർ സമ്മർദ്ദം ചെലുത്തിയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായും ഈ ദേവസ്വം മന്ത്രി പറയുന്നുണ്ട്. അതും ഗുരുതരമായ കാര്യമാണ്. എന്തായാലും പുതിയ സർക്കാർ SITയുടെ കണ്ടെത്തലുകൾ, കോടതിയിൽ കൊടുത്ത കണ്ടെത്തലുകളെ ഏതാണ്ട് അംഗീകരിക്കില്ലെന്ന് ഉറപ്പായിരിക്കുന്നു. ഒരു പുനരന്വേഷണത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? TV പ്രസാദ്. അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ തന്നെയാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. SITയെ കയറൂരി വിടില്ല എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. അരുൺ, നമുക്കറിയാവുന്നതുപോലെ കെ മുരളീധരൻ നേരത്തെ പ്രതിപക്ഷത്തായിരുന്നു. അന്ന് MLAയോ മന്ത്രിയോ ഒന്നും ആയിരുന്നില്ല കെ മുരളീധരൻ. പക്ഷേ ഇപ്പോൾ കെ മുരളീധരൻ ഇരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് ദേവസ്വം മന്ത്രിയുടേതാണ്. പക്ഷേ ആ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് ഇങ്ങനെയൊരു പ്രസ്താവന വന്നത് എന്നുള്ളതാണ് അത് ഏറെ ഗൌരവമുള്ളതായി മാറുകയും ചെയ്യുന്നത്. SITയെ കയറൂരി വിടില്ല എന്ന് സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് പറയാൻ പറ്റുമോ എന്ന ഒരു കാര്യം അതിനകത്തുണ്ട് അരുൺ. കാരണം SITയെ നിയോഗിച്ചത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് പൂർണ്ണമായും ആ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. നേരത്തെ പ്രതിപക്ഷത്ത് ഉണ്ടായിരുന്ന സമയത്തുള്ള അതേ പ്രസ്താവന ആ വകുപ്പിന്റെ മന്ത്രിയായി വരുന്ന സമയത്തും കെ മുരളീധരൻ തുടരുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ പറയുന്നുണ്ട്, ഞാനിത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് എന്ന കാര്യവും പറയുന്നുണ്ട്. SITയുടെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് ഇപ്പോൾ പറയുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് എന്നുള്ളതാണ്. ഇത് ഒരു പ്രശ്നമായി മാറി എന്ന കാര്യം ഉറപ്പാണ്. കാരണം ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ യോജിപ്പില്ല, തൃപ്തിയില്ല എന്ന് പറയുന്നതോടുകൂടി നമ്മൾ നേരത്തെ സംസാരിച്ച നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ വരുമായിരുന്നു. ഒരുപക്ഷെ പുനരന്വേഷണത്തിലുള്ള സാധ്യതയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് ആ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും ഈ പ്രസ്താവന അത് ഏറ്റവും ഗുരുതരമായ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന തന്നെയാണ്. എങ്ങനെയായിരിക്കും ഇതിന്റെ തുടർചലനങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കിക്കാണുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദേവസ്വം മന്ത്രി പറയുന്നത് കോടതി നിയോഗിച്ച SITയുടെ പ്രവർത്തനം തൃപ്തികരമായി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല, അതൊക്കെ ജനറൽ സ്റ്റേറ്റ്മെന്റാണ്. പക്ഷേ കോടതി നിയോഗിച്ച ഒരു SITയെ കയറൂരി വിടില്ല എന്ന് പറയുമ്പോൾ ആ SITക്കുമേൽ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? പോയ സർക്കാരിന് SITയുടെ പ്രവർത്തനം തൃപ്തികരമായിരുന്നു. കോടതിക്കും SITയുടെ പ്രവർത്തനം തൃപ്തികരമാണ്. എന്നാൽ നിലവിൽ ദേവസ്വം മന്ത്രിക്ക് SITയുടെ പ്രവർത്തനത്തിൽ അതൃപ്തിയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ SIT പിരിച്ചുവിടാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല, പരിമിതിയുണ്ട് എന്ന് തന്നെ ദേവസ്വം മന്ത്രി പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൃപ്തി നേരത്തെ പരസ്യമാക്കിയതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ നമ്മൾ ഇപ്പോഴത്തെ നേരത്തെ ഉണ്ടായിരുന്ന ദേവസ്വം മന്ത്രിയുടെയും തൊട്ടുമുമ്പുണ്ടായിരുന്ന ദേവസ്വം മന്ത്രിയുടെ പ്രതികരണങ്ങൾ തേടി തൽക്കാലം അവർ പ്രതികരിക്കാനില്ല എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.